തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണമാകട്ടെ ബി.ജെ.പിയുടെ കൈകളിലേക്ക് എത്തിയതോടുകൂടി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അവർ കൂടുതൽ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നതെന്നതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല, ഇത്തവണ കേരളം കാവ്യ അണിയാൻ പല തന്ത്രങ്ങളും ബി.ജെ.പി അണിയറയിൽ ആവിഷ്കരിക്കുന്നതായിട്ടാണ് വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത്. പെൺകരുത്തിനെ മുൻനിർത്തിക്കൊണ്ട് വളരെയധികം വിപുലമായ രീതിയിൽ തന്നെ, അതായത് വനിതകളുടെ ഒരു കരുത്ത് അവിടെ ഉറപ്പിക്കാനായി തന്നെ ഇത്തവണ സ്ഥാനാർത്ഥിയാകട്ടെ പ്രമുഖരായ വ്യക്തികളെ തന്നെയാണ് ഇപ്പോൾ അണിനിരത്തുന്നത്. ഇതിൽ പാലക്കാട് പിടിക്കാനാകട്ടെ ശോഭാ സുരേന്ദ്രനും, വട്ടിയൂർക്കാവ് മണ്ഡലം പിടിച്ചെടുക്കാനായി തന്നെ ശാസ്തമംഗലം കൗൺസിലറും മുൻ IPS ഉദ്യോഗസ്ഥയും കൂടിയായ ശ്രീലേഖയാണ് അവിടേക്ക് എത്തുന്നത്. ഏറ്റവും കൂടുതലായി തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി തന്നെ ഇതോടുകൂടി വട്ടിയൂർക്കാവ് മാറുകയാണ്. ഇടയ്ക്ക് കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില അലോസരങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനെയെല്ലാം ഇപ്പോൾ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് ഇത്തരമൊരു സ്ഥാനാർത്ഥി നിർണയം ഇവിടെ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ചുവരെഴുത്തോടു കൂടി തന്നെ ആദ്യ പ്രചരണത്തിനാണ് കഴിഞ്ഞ ദിവസം ശ്രീലേഖ അവിടെ തുടക്കം കുറിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വാർത്ത പുറത്തു വന്നതോടുകൂടി തന്നെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളും പ്രത്യക്ഷപ്പെടുകയാണ്. ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ വായിക്കുമ്പോൾ അത് ഏറെ ചിന്തിപ്പിക്കാൻ ഇടതരുന്ന പോസ്റ്റായി തന്നെ മാറുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഓരോ ചുവടും, അതായത് ശ്രീലേഖയുടെ ഓരോ ചുവടും ഇവിടെ വിശകലനം ചെയ്തുകൊണ്ടാണ് ഒരു ഫേസ്ബുക്കിലെ ഒരു ഉപഭോക്താവ് ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ആ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഒന്ന് വായിക്കാം. ശ്രീലേഖ മേഡത്തെ വട്ടിയൂർക്കാവിലെ NDA സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഒരു വലിയ നീതിയുണ്ട്. രാഷ്ട്രീയത്തിൽ സന്ദർഭങ്ങൾക്കനുസരിച്ചുകൊണ്ട് പാലിക്കാൻ കഴിയാത്ത ചില വാക്കുകളുണ്ട്. അതാണ് മേഡത്തിന് വാഗ്ദാനം ചെയ്തിരുന്ന മേയർ സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ പുറമേ ഇല്ല എന്ന് പറഞ്ഞാലും അതിൽ നിരാശയും അത് ഉൾക്കൊള്ളാൻ കഴിയാത്തതിൻ്റെ മാനസികാവസ്ഥയും പലപ്പോഴും മേഡം അറിയാതെ തന്നെ പുറത്തു വന്നിരുന്നു. മേയർ സ്ഥാനം ആർക്ക് എന്ന BJP തീരുമാനിക്കുന്നതിന് മുൻപേ തന്നെ അത് ശ്രീ VV രാജേഷിന് തന്നെ ആയിരിക്കണമെന്ന കാര്യകാരണ സഹിതം ഞാൻ എഴുതിയ കുറിപ്പ് അന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതിൽ മേയർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മേയർ സ്ഥാനത്തിന് വേണ്ട ഒരു രാഷ്ട്രീയ അനുഭവം, രാഷ്ട്രീയ മെയ്വഴക്കവുമാണ് ഞാൻ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. ഇത് രണ്ടും മേഡത്തിന് ഇല്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ചില ഘടകങ്ങളിലെങ്കിൽ പോലും മേഡം അത് തെളിയിക്കുകയും ചെയ്തു. എന്നാൽ ശ്രീ VV രാജേഷ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷമുള്ള കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ പോലും ആ മെയ്വഴക്കം സുന്ദരമായി തന്നെ കാട്ടിയിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകരോട് തട്ടിക്കേറുന്ന രീതിയോ പരിഭവം പറയുന്ന രീതിയോ ഒന്നും തന്നെ അദ്ദേഹത്തിനില്ല. തീർത്തും സൗഹാർദ്ദപൂർണമായ തന്നെ പക്വത നിറഞ്ഞു നിൽക്കുന്ന പെരുമാറ്റം. നിവർത്തി കെടുമ്പോൾ മാത്രം തൊടുത്തുവിടുന്ന ചില സ്നേഹ പരിഹാസ സൂചനകൾ, അങ്ങനെ വലിയ രീതിയിൽ അത് കടന്നു പോവുകയാണ്. നഗരത്തിന്റെ ഭരണം ആർക്ക് കിട്ടുന്നോ അത് പൂർണ്ണമായും അവർക്ക് വിട്ടുകൊടുക്കുകയും അതിനുവേണ്ട പിന്തുണ നൽകുകയുമാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും കക്ഷികളും സർക്കാരുകളും ചെയ്യേണ്ടത്. ഇവിടെ ചില കാര്യത്തിലും സർക്കാർ നഗരസഭയെ പിന്തുണയ്ക്കുമ്പോൾ ചില കക്ഷികളും പാർട്ടികളും ഭരണതലത്തിലെ ചിലരും ഇതുവരെയും സംഭവിച്ചത് ഉൾക്കൊള്ളാനാവാത്തത് ആ ഒരു മാനസികാവസ്ഥയിലാണ്. ടീം രാജേഷ് ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും വല്ലാതെ തന്നെ അലോസരപ്പെടുത്തുന്നുണ്ട്. അതാണ് ആറ്റുകാൽ പൊങ്കാല ശുചീകരണ വിഷയത്തിൽ കണ്ടത്. നഗരസഭ ശുചിയാക്കേണ്ട ഇടങ്ങളിലെല്ലാം തന്നെ തങ്ങൾ ശുചിയാക്കിയെന്ന് മേയർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശുചിയാക്കാത്തത് നഗരസഭയുടെ ചുമതലയിൽ വരാത്ത ഇടങ്ങളാണ് എന്നും അവിടെ നിന്നും അഭ്യർത്ഥന വന്ന ഉടൻ അതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നും മേയർ ഇവിടെ വ്യക്തമാക്കി നൽകുകയാണ് ചെയ്യുന്നത്. അതേപോലെ 2000 പേർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതിയുടെ തുടക്കവും അനധികൃതമായി നടത്തി വരുന്ന പാർക്കിംഗ് തടഞ്ഞതും അത് തുടങ്ങി നിരവധി ക്ഷേമ പൊതു താൽപര്യ വികസന വിഷയങ്ങൾ വേറെ ചൂണ്ടിക്കാട്ടുവാനും കഴിയും. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. നഗരവാസി എന്ന നിലയിൽ അവകാശമുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയം കാണാം, കുഴപ്പമില്ല. ഒരു MLA സ്ഥാനത്തിന് തികച്ചും യോജിച്ച വ്യക്തിയാണ് ശ്രീലേഖ മേഡം. നിയമസഭയിലും മണ്ഡലത്തിലും അവർക്ക് ശോഭിക്കാൻ കഴിയും. ഒരു കോർപ്പറേഷൻ കൗൺസിലറിന്റെ ഒരിക്കലും ഒരു MLAയുമായി നമുക്ക് താരതമ്യപ്പെടുത്താൻ കഴിയില്ല. ഒരു പക്ഷേ അത് ശ്രീ ശബരിനാഥിന് ഇതിനോടകം തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം. അതായത് രണ്ടും രണ്ട് വ്യത്യസ്ത തലങ്ങളാണ്, രണ്ട് വ്യത്യസ്ത മേഖലകളാണ്, രണ്ട് പ്രവർത്തന രീതികളാണ്, രണ്ട് വ്യത്യസ്ത രീതികളാണ് അവിടെ പൊതുജനങ്ങളുമായി തന്നെ ഇടപഴകേണ്ടത്. ഒരു MLAക്ക് സർക്കാരിനോട് യുദ്ധത്തിന് പോകേണ്ടി വരില്ല. പക്ഷേ ഒരു നഗരസഭയ്ക്ക് അല്ലെങ്കിൽ കോർപ്പറേഷന് അർഹതപ്പെട്ട അത് കിട്ടിയില്ല എങ്കിൽ ചിലപ്പോൾ സർക്കാരിനെതിരെ യുദ്ധത്തിന് പോകേണ്ടി വരും. അതിൽ പങ്കാളിയാണ് ഓരോ കൗൺസിലറും. അവിടെ ആവശ്യം നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ അനുഭവ സമ്പത്തും മെയ്വഴക്കവുമാണ്.
ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടിയതാണ്. നിരവധി വ്യത്യാസങ്ങൾ MLA-യും കൗൺസിലറും തമ്മിൽ ചൂണ്ടിക്കാട്ടാൻ കഴിയും. MLA സ്ഥാനത്തെ സംബന്ധിച്ച് പ്രഥമ പരിഗണന നിയമസഭയ്ക്കാണ്. നിയമനിർമ്മാണത്തിൽ പങ്കാളിയാകുന്ന ഒരു ജനപ്രതിനിധിയാണ് MLA. രണ്ടാമത് മാത്രമേ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ വരികയുള്ളൂ. ഇത് രണ്ടും യോജിച്ചു കൊണ്ടുപോകുന്നതിൽ തീർച്ചയായും ശ്രീലേഖ മേഡത്തിന് കഴിയും. ഇതറിയാതെയാണ് പലപ്പോഴും നമ്മൾ പ്രതികരിക്കുന്നത്. പക്ഷേ പ്രശ്നം അവിടെയല്ല. MLA സ്ഥാനത്ത് മത്സരിക്കാൻ കൗൺസിലർ സ്ഥാനം രാജിവെക്കേണ്ടതില്ല. അപ്പോൾ മത്സരിച്ച് തോറ്റാലും മേഡം വീണ്ടും കൗൺസിലർ തന്നെയാണ്. ആ തോൽവിയും പഴയ നിരാശയും അവിടെ മാനസികമായി അവരെ എങ്ങനെ സ്വാധീനിക്കുമെന്നതാണ് വിഷയം. പലപ്പോഴും വളരെ വൈകാരികമായി കാര്യങ്ങളെ കാണുന്ന രീതിയാണ് മേഡത്തിനുള്ളത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാറ്റാൻ മേഡത്തിന് കഴിഞ്ഞാൽ നിയമസഭയിൽ ഒരുപക്ഷെ സംഭവിക്കുന്ന ഒരു തോൽവി അവർക്ക് ഒരു വിഷയമേ ആകില്ല. രാഷ്ട്രീയത്തിൽ അത്തരം മാറ്റങ്ങൾ അനിവാര്യമാണ്. അത് ബോധ്യപ്പെടാൻ ചിലപ്പോൾ കുറച്ച് സമയമെടുത്തേക്കുമെന്നത് മാത്രം. വട്ടിയൂർക്കാവിൽ ജയിക്കണമെങ്കിൽ ചില്ലറ ഭരണവിരുദ്ധ വികാരം ഒന്നും പോരാ. അത്രയും നല്ല പ്രവർത്തനവും ജനങ്ങളോട് അത്രയും നല്ല പെരുമാറ്റ രീതിയുമാണ് ഇവിടെ VK പ്രശാന്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. കടുത്ത ഭരണവിരുദ്ധ വികാരം ഇല്ല എങ്കിൽ ഒരു വിജയം ആഗ്രഹിക്കാൻ വ്യക്തമായ ഒരു വികസന കാഴ്ചപ്പാട് അഥവാ ഒരു വികസന രേഖ തന്നെ ഇപ്പോഴേ അവതരിപ്പിക്കാൻ ശ്രീലേഖ മേഡത്തിനായാലും UDF സ്ഥാനാർത്ഥിക്കായാൽ പോലും അവിടെ കഴിയണം. ആ വികസന രേഖയിൽ ഓരോരുത്തരും അക്കമിട്ട് തന്നെ പറയുകയും വേണം. നടക്കാത്ത കാര്യങ്ങൾ, നടക്കേണ്ട കാര്യങ്ങൾ, നടത്തുമെന്നുറപ്പുള്ള കാര്യങ്ങൾ സമയബന്ധിതമായി തന്നെ അവ നടത്തുന്ന രീതിയിൽ ഏതൊക്കെ എന്ന വട്ടിയൂർക്കാവിലെ വോട്ടർമാരുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയണം. തങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ആ ഒരു സ്വീകാര്യമായ പുതിയ മുഖങ്ങൾ കാട്ടുവാനും മറ്റ് സ്ഥാനാർത്ഥികൾക്ക് കഴിയുകയും ചെയ്യണം. അതേപോലെ തന്നെ വലിയ രീതിയിൽ അളിഞ്ഞ മുഖങ്ങൾ കാട്ടിയാൽ അത് ഒരിക്കലും സ്വീകാര്യമാകില്ല. ശ്രീ പ്രശാന്തിനെ കുറ്റം പറഞ്ഞുകൊണ്ട് വോട്ട് നേടാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളാണ്. അതായത് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്നതേ പറയാൻ പറ്റൂ. ഞാനും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ വോട്ടർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം എനിക്കറിയാം. എതിർ സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണങ്ങളല്ല, മറിച്ച് മണ്ഡലത്തിൽ ഇതുവരെ നടപ്പിലാക്കാത്ത എന്നാൽ ആവശ്യമായി തന്നെ നടപ്പിലാക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് വോട്ടർമാരെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. അത് ചെയ്യുമെന്ന് ഉറപ്പാണ് നൽകേണ്ടത്. ഒപ്പം ഭരണരംഗത്തെ കാഴ്ചകൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുത്തുകയുമാണ് ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അതായത് വോട്ടർമാർ ശരിയായി തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ വട്ടിയൂർക്കാവിലെ വോട്ടർമാർ ഇനി ശരിയായ തീരുമാനമെടുക്കട്ടെ എന്നതാണ് ഈ പോസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതും. ഇതായിരുന്നു പോസ്റ്റിന്റെ പൂർണ്ണരൂപം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.